കഴിഞ്ഞില്ലേ ക്രിസ്, ആ കുട്ടിയെ വലിച്ചു കീറി ഇപ്പതേ ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ ഒരു സിനിമയിൽ ഞങ്ങൾ അഭിനയിച്ചിരുന്നു. അപ്പോൾ ആ കുട്ടി എത്ര പാവമാണ് എന്താണെന്നുള്ളത് അവൾ ജീവിതത്തിൽ ഫസ്റ്റ് ലൈഫിൽ അനുഭവിച്ച വേദനകളൊക്കെ, അവളുടെ ഫസ്റ്റ് ഹസ്ബൻഡൊക്കെ അത്ര ക്രൂവലായിരുന്നു, അത്ര സങ്കടപ്പെട്ട് ജീവിച്ചൊരു കുട്ടിക്ക് ഒരു രണ്ടാമത് ലൈഫ് കിട്ടി. അവൾ വഴിതെറ്റി ഈ സമൂഹത്തിൽ നടന്നില്ലല്ലോ, കുറേ പേരെ ദ്രോഹിച്ചില്ലല്ലോ, അവൾ വേറെ എന്തെങ്കിലും വൃത്തിയായിട്ട് പണി ചെയ്തല്ല ജീവിച്ചു. അവൾ അന്തസ്സായിട്ട് ഒരാളെ കല്യാണം കഴിച്ചതാണ്. അപ്പോൾ അതിന് വലിയ നെഗറ്റീവ് ഇത് കൊടുത്ത് ആ കൊച്ചിനെ ഇനി പറയാനൊന്നുമില്ല. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സങ്കടം തോന്നി. ദിവ്യയ്ക്കും ക്രിസും അവരൊക്കെ എന്ന് പറയുന്നത്, അവർ ക്രിസിനൊക്കെ ശരിക്കും ഒരു 48-49 49 ബിലോ 50 അദ്ദേഹത്തിൻ്റെ ഏജ്. അദ്ദേഹത്തിനെ പോലെ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു ആർട്ടിസ്റ്റ് ഈ നാട്ടിലില്ല, അത്ര ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിനെയൊക്കെ ഇൻസൾട്ട് ചെയ്യുന്ന അപ്പൂപ്പനാണ് അതാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ചില ആളുകളുടെ മൈൻഡ് സെറ്റാണ്, അതിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല. ആളുകൾക്ക് ഒരുമാതിരി മനസ്സിനും കുഷ്ഠരോഗമുണ്ട്, ശരീരത്തിന് മാത്രമല്ലേ, മനസ്സിനും HIV ഉണ്ട്, മനസ്സിനും കൊറോണ ഉണ്ട്. അതപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ ഓവറായിട്ട് ഇതൊക്കെ അറിയാമല്ലോ, സ്വന്തം നെറ്റും കൊടുത്തിട്ട് അവരെഴുതുന്ന അവർക്ക് തന്നെ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാവും. ഞാൻ നിന്നെ ദ്രോഹിച്ചാൽ അതിൻ്റെ ഫലം എപ്പോഴായാലും ഇവിടുന്ന് പോകുന്നതിന് മുമ്പ്. പണ്ടാണ്, ഇപ്പോൾ എല്ലാം 5G ഒക്കെയാണ്, അതുകൊണ്ട് പെട്ടെന്ന് സ്പോട്ടിൽ കിട്ടും. ഇപ്പോൾ നമുക്ക് അങ്ങനെ സ്ത്രീകൾക്ക്, നിങ്ങൾക്ക് പുരുഷന്മാർക്ക് തന്നെ എന്താ പറയുക, നിങ്ങളൊരു പാൻറ് ഷർട്ടും മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു മുണ്ട്. നിങ്ങളെന്ത് പറയാം, നിങ്ങളെന്ത് ആസ്വദിക്കുക എന്നുള്ളതാണ് പൊതുജനത്തിൻ്റെ ഇത്. പക്ഷെ നമ്മൾ പെണ്ണുങ്ങളെപ്പോഴും ആസ്വദിക്കുന്നത് ചെക്കന്മാരെ ആയിരിക്കും നമ്മൾ നോക്കുന്നത്. പക്ഷെ അല്ലല്ല, പെണ്ണുങ്ങളെ നോക്കും. ശരിയാണ്, പെണ്ണുങ്ങൾ സാരി, ഡ്രസ്സ്, ഓർണമെന്റ്സ് ഒക്കെ നോക്കും. പക്ഷെ ആണുങ്ങളെപ്പോഴും ചുള്ളത്തി പെൺപിള്ളേരൊക്കെ എപ്പോഴും ചെക്കന്മാരെയല്ലേ നോക്കുന്നത്. പക്ഷെ നിങ്ങളൊക്കെ എന്താ സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ആൾക്കാർ സ്ത്രീകളുടെ വേറെ എന്തെങ്കിലും സംഭവങ്ങൾ കാണാൻ പറ്റുമോ, ബാക്ക് ഫ്രണ്ട്, നെഗറ്റീവ് സൈഡ്, വലുതാണ് ചെറുതാണ്, പിന്നെ വേറെ ഒരുപാട് കഥകളുണ്ടല്ലോ. പാവം ഹണിയെ നിങ്ങളെല്ലാവരും കൂടെ ഒരു സൈഡാക്കിയില്ലേ, എല്ലാവരും കൂടെ. ഞാനാണെങ്കിൽ കണ്ണിലായിരിക്കുന്നത്. എനിക്ക് പെട്ടെന്ന് അട്രാക്ഷൻ തോന്നുന്ന ഒരാളുടെ ഫേസ് നോക്കുമ്പോൾ അവൻ്റെ കണ്ണ് കൊള്ളാം, ചെക്കനെ കണ്ണ് വേണ്ടത്, അങ്ങനെ പെട്ടെന്ന് നമ്മൾ കണ്ണിലല്ലേ നോക്കണം. പിന്നെ ഹെയർ മുടി ഇമ്പോർട്ടൻ്റ്. എനിക്ക് മുടി വളർത്തിയ ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ല വൃത്തിയായിട്ട്. ഇപ്പോഴത്തെ മറ്റേ MDMA അടിച്ചിട്ട് പാറിക്കളിക്കുന്ന മുടി അതല്ല, ആ മുടിയല്ല, കഷ്ണം ഇഷ്ടമാണ്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞ, നമുക്ക് കാണാൻ ഇഷ്ടമുള്ളത് മുടിയൊക്കെ. എൻ്റെ ആൺകുട്ടികളോട് ഞാൻ പറയും, പക്ഷെ അവന്മാർക്ക് മുടി വളർത്താൻ ഇഷ്ടമല്ല. എൻ്റെ ഇളയ പുത്രന് കുറച്ചൊക്കെ വളർത്തിയിട്ടുണ്ട്, അവനോട് ഞാൻ പറയും എനിക്ക് മുടി വളർത്തുന്നത്, എല്ലാ മാതാപിതാക്കളും മുടി കട്ട് ചെയ്യാൻ പറയും. വളർത്തുന്ന ഇഷ്ടമാണ്, കാണാൻ ഇഷ്ടമാണ്.